നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 100 ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ന് നടന്ന സർവകക്ഷി യോഗത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദാംശങ്ങൾ രാജ്നാഥ് സിംഗ് പുറത്തുവിട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അസാന്നിധ്യത്തിലായിരുന്നു യോഗം ചേർന്നത്. രാജ്നാഥ് സിംഗിന് പുറമെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ, വിവിധ കക്ഷി നേതാക്കൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ഓപ്പറേഷൻ സിന്ദൂറിന് തുടർച്ചയുണ്ടാവുമെന്ന് മന്ത്രി കിരൺ റിജിജു സൂചന നൽകി. പാകിസ്ഥാനിലെ കൂടുതൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇന്നലെ രാത്രിയും പാകിസ്ഥാനിലെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടന്നതായി പാക് സൈന്യം സ്ഥിരീകരിച്ചു. ഇന്ത്യൻ സേന നടത്തിയ തിരിച്ചടിക്ക് പിന്നാലെ ജമ്മു കാശ്മീരിന് പുറമെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന രാജസ്ഥാൻ, പഞ്ചാബ് സംസ്ഥാനങ്ങളും അതീവ ജാഗ്രതയിലാണ്. ഇരു സംസ്ഥാനങ്ങളിലും അവധിയിൽ പോയ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും തിരികെ വിളിച്ചിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ ആളുകൾ കൂടിച്ചേരുന്നതിന് വിലക്കേർപ്പെടുത്തി. അതിർത്തി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അടച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയാണ് എന്നും അതിനാൽ വിശദാംശങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. യോഗത്തിൽ എല്ലാ നേതാക്കളും ഓപ്പറേഷൻ സിന്ദൂറിനെ സായുധ സേനയെ പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരതയെ ചെറുക്കുന്നതിന് ഞങ്ങൾ സർക്കാരിനെ പിന്തുണയ്ക്കുമെന്നും അവർ പറഞ്ഞു. അതിർത്തി കടന്നുള്ള ഭീകരതയെ ഇന്ത്യ ഇനി അനുവദിക്കില്ലെന്ന്, തീവ്രവാദികൾക്ക് അഭയം നൽകുന്നവർ ശിക്ഷിക്കപ്പെടാതെ പോകില്ലെന്നും ആഗോള സമൂഹത്തിന് നൽകിയ സന്ദേശമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളുടെ മരണത്തിന് പ്രതികാരം ചെയ്യാനുള്ള സായുധ സേനയുടെ ദൃഢനിശ്ചയത്തെ കൂടിയാണ് ഇത് കാണിക്കുന്നത്. ഏപ്രിൽ 22 ആക്രമണത്തിന്റെ കുറ്റവാളികളെയും ആസൂത്രകരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞു. മെയ് 7 ഇന്ത്യൻ സൈന്യം ഒരേ സമയം 9 ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം പുറപ്പെടുവിച്ചു. പാകിസ്ഥാനിലെ ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു. ഇതോടെ പാകിസ്ഥാൻ തകർന്നടിയുകയായിരുന്നു. പാകിസ്ഥാന് വൻ തിരിച്ചടി തന്നെയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. നന്ദി, നമസ്കാരം. ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.